നേരിട്ടുള്ള യാത്രക്കാരെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യവസായ സാങ്കേതിക മേഖലകളിലെ ജീവനക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന പുതിയ റെയിൽ സേവനത്തിന് വഴിയൊരുങ്ങുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെയും വിവരസാങ്കേതിക രംഗത്തിന്റെ പ്രധാന കേന്ദ്രമായ ബംഗളൂരുവിനെയും അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ ഈ രണ്ട് നഗരങ്ങൾക്കിടയിലെ ദീർഘദൂര യാത്രയിൽ വലിയ മാറ്റമുണ്ടാകും. പരീക്ഷണ നടപടികളുടെ ഭാഗമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ റേക്കുകൾ ഇതിനോടകം ബംഗളൂരുവിൽ എത്തിയതായാണ് വിവരം. അന്തിമ പരിശോധനകൾ പൂർത്തിയായ ശേഷം സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ത്യൻ റെയിൽവേ നടത്തുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചുമുള്ള മിക്ക ദീർഘദൂര ട്രെയിനുകൾക്കും ലക്ഷ്യസ്ഥാനത്തെത്താൻ ഏകദേശം 22 മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട്. എന്നാൽ പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നതോടെ ഈ യാത്ര വെറും 15 മുതൽ 17 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് റെയിൽവേയുടെ ആസൂത്രണ രേഖകൾ വ്യക്തമാക്കുന്നത്. യാത്രാ സമയം മണിക്കൂറുകളോളം കുറയുമെന്നത് മാത്രമല്ല, കൂടുതൽ സുഖകരവും സുരക്ഷിതവും ആധുനികവുമായ രാത്രിയാത്രാ അനുഭവം ഈ ട്രെയിൻ യാത്രക്കാർക്ക് സമ്മാനിക്കുമെന്നതാണ് പ്രത്യേകത. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ കഴിയുന്ന സെമി ഹൈസ്പീഡ് സാങ്കേതിക വിദ്യയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രധാന സവിശേഷത. പാതയുടെ സാങ്കേതിക പരിമിതികൾക്കനുസരിച്ചായിരിക്കും പ്രവർത്തന വേഗത നിശ്ചയിക്കുക. അതിനാൽ നിലവിലുള്ള സർവീസുകളെ അപേക്ഷിച്ച് ഗണ്യമായ സമയലാഭം ഉറപ്പാക്കാൻ ഈ ട്രെയിനിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകുന്നേരം ബംഗളൂരുവിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ഒരാൾക്ക് അടുത്ത ദിവസം രാവിലെ 8 മണിയോടെ മുംബൈയിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന സാധ്യതയാണ് യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസായ കേന്ദ്രങ്ങളിലൊന്നായ മുംബൈയും IT സ്റ്റാർട്ടപ്പ് ഗവേഷണ മേഖലകളുടെ ഹബ്ബായ ബംഗളൂരുവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിലും ഈ ട്രെയിൻ നിർണായക പങ്കുവഹിക്കുമെന്നാണ് കരുതുന്നത്. ഇരു നഗരങ്ങൾക്കിടയിലുമുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്ന IT വിദഗ്ധർ, ബിസിനസ് പ്രൊഫഷണലുകൾ, സംരംഭകർ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങി വലിയൊരു വിഭാഗം ആളുകൾക്ക് യാത്ര കൂടുതൽ എളുപ്പവും സമയലാഭകരവുമായി മാറും. ജോലിസ്ഥലം മാറുന്നവർക്കും ഇടയ്ക്കിടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഈ റൂട്ടിൽ വേഗമേറിയ യാത്രയ്ക്ക് നിരവധി ആഡംബര ബസ്സുകളെയാണ് യാത്രക്കാർ കൂടുതലും ആശ്രയിക്കുന്നത്. എന്നിരുന്നാലും റോഡ് മാർഗമുള്ള യാത്രയ്ക്ക് പോലും സാധാരണയായി 16 മണിക്കൂറിലധികം സമയം ആവശ്യമാണ്. ഗതാഗതക്കുരുക്ക്, കാലാവസ്ഥ, റോഡുകളുടെ അവസ്ഥ തുടങ്ങിയ ഘടകങ്ങൾ യാത്രാ സമയം വീണ്ടും വർദ്ധിപ്പിക്കാറുണ്ട്. അതേസമയം റെയിൽപാതയിലൂടെ സ്ഥിരതയാർന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ഈ ബദലിനേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായ തെരഞ്ഞെടുപ്പായി മാറുമെന്ന് കരുതുന്നു. 16 പൂർണ്ണ ശീതീകരിച്ച കോച്ചുകളോടെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിൽ 11 AC ത്രിതല സ്ലീപ്പർ കോച്ചുകളും 4 AC ദ്വിതല കോച്ചുകളും ഒരു ഫസ്റ്റ് AC കോച്ചും ഉൾപ്പെടും. ആകെ 873 യാത്രക്കാരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് ട്രെയിനിന്റെ രൂപകൽപ്പന. ദീർഘദൂര രാത്രിയാത്രകൾ കൂടുതൽ സുഖകരമാക്കുന്നതിനായി ശരീരഘടനയ്ക്ക് അനുയോജ്യമായ എർഗണോമിക് ബർത്തുകൾ, മെച്ചപ്പെട്ട ലൈറ്റിംഗ് സംവിധാനം, ഓരോ യാത്രക്കാരനും ആവശ്യമായ ചാർജിംഗ് സൗകര്യങ്ങൾ, ആധുനിക ശുചിമുറികൾ, ശബ്ദം കുറയ്ക്കുന്ന ഓട്ടോമാറ്റിക് വാതിലുകൾ, മെച്ചപ്പെടുത്തിയ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. മുംബൈ, പൂനെ, സോളാപൂർ, കലബുറഗി, ഹുബ്ബള്ളി എന്നിവിടങ്ങൾ വഴിയായിരിക്കും ബംഗളൂരുവിലേക്കുള്ള സർവീസ് ക്രമീകരിക്കപ്പെടുകയെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ നഗരങ്ങളെ അതിവേഗ റെയിൽ ശൃംഖലയിലൂടെ കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുന്നതിലൂടെ വ്യവസായ, വാണിജ്യ, വിദ്യാഭ്യാസ, വിനോദസഞ്ചാര മേഖലകൾക്കും പുതിയ ഉണർവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിനിന്റെ സർവീസ് ആരംഭിക്കുന്ന തീയതി, സ്റ്റോപ്പുകളുടെ അന്തിമ പട്ടിക, യാത്രാസമയം, ടിക്കറ്റ് നിരക്കുകൾ, ബുക്കിംഗ് ആരംഭിക്കുന്ന തീയതി തുടങ്ങിയ വിവരങ്ങൾ ഇന്ത്യൻ റെയിൽവേ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ട്രെയിൻ സെറ്റുകൾ അവസാനഘട്ട പരീക്ഷണങ്ങൾക്കായി ബംഗളൂരുവിൽ എത്തിയിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ സർവീസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽ യാത്രാപ്രേമികളും വ്യവസായ മേഖലയും. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ രണ്ട് നഗരങ്ങൾക്കിടയിലെ യാത്ര കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായും കാര്യക്ഷമമായും മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.